സ്കൂളുകൾ തുറന്നതോടെ കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി. രാവിലെയും വൈകുന്നേരവും നഗരം നിശ്ചലമാകുന്ന സ്ഥിതിയാണുള്ളത്. തിരക്കേറിയ എം.സി. റോഡിൽ തന്നെയാണ് ഗതാഗതക്കുരുക്കും. റോഡിന്റെ നഗരസഭാ പരിധിയിൽ വരുന്ന ഭാഗങ്ങളിലാണ് ഏറെ ഗതാഗതക്കുരുക്ക്. വർഷങ്ങൾക്ക് മുമ്പാണ് ആധുനിക രീതിയിൽ നവീകരണം പൂർത്തിയാക്കിയത്. പിന്നീട് റോഡ് സുരക്ഷാ കാര്യത്തിൽ അധികൃതർ വേണ്ട ശ്രദ്ധ പുലർത്താത്തത് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കോടിമത പാലം മുതൽ ചിങ്ങവനം വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. റോഡരികിലെ അനധികൃത പാർക്കിംഗ്, വഴിയോര കച്ചവടം, കടകൾ, ജംഗ്ഷനുകളിൽ നിന്നും റോഡിലേക്കുള്ള പ്രവേശനം ഇവയെല്ലാം വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. നാട്ടകം സിമന്റ് കവല, പോർട്ട് റോഡ്, മംഗളം ജംഗ്ഷൻ, ചൂട്ടുവേലി തുടങ്ങിയ നിരവധി റോഡുകളിൽ നിന്നും വാഹനങ്ങൾ ഇറങ്ങുന്നതും കയറുന്നതും അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. മംഗളം ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലൊന്നും തന്നെ സിഗ്നൽ സംവിധാനമോ പോലീസോ ഇല്ല. അതേസമയം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം തേടുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥ സമിതി എം.സി. റോഡിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധ്യക്ഷൻ എം.പി. സന്തോഷ് കുമാർ, ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് പരിശോധന നടത്തിയത്. കഞ്ഞിക്കുഴിയിൽ ഗതാഗത തടസ്സമായി നിൽക്കുന്ന ട്രാൻസ്ഫോമറുകളും മറ്റ് പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സമായ ഇലക്ട്രിക് പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ എം.പി. സന്തോഷ് കുമാർ പറഞ്ഞു. എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിന് ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പുത്തൻതോട്ടിൻ്റെ ചിങ്ങവനം ജംഗ്ഷൻ്റെ പടിഞ്ഞാറ് വശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആ റോഡിലേക്ക് പോകുന്നതിന് ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനം എന്ന് പറയുന്നത് ബഹുമാനായ സ്പീക്കറുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം അന്തിമ തീരുമാനം ഉണ്ടാകും. കഞ്ഞിക്കുഴിയിൽ ഇപ്പോൾ അടിയന്തരമായി നമ്മൾ ഇവിടെ പരിശോധിക്കപ്പെട്ടപ്പോൾ ട്രാൻസ്ഫോമറുകൾ റോഡിന് തടസ്സം നൽകുന്ന കണ്ടിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമറുകൾ നമ്മുടെ ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനും ഒപ്പം അവിടെ തടസ്സങ്ങളായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അതിനെ സൈഡിലേക്ക് ക്രമീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അടിയന്തര നടപടി വേണമെന്ന് കലക്ടർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കഞ്ഞിക്കുഴി ജംഗ്ഷനിലെ സ്ഥലം, ആ റോഡിൻ്റെ പൊതുസ്ഥലം അളന്ന് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സർവേയറുടെ സാന്നിധ്യത്തിൽ അത് അളന്ന് തിട്ടപ്പെടുത്താൻ നാഷണൽ ഹൈവേ വിഭാഗത്തിനോടും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഫ്ലൈ ഓവർ അടക്കമുള്ള മറ്റ് പെർമനൻ്റായിട്ട് ഭാവിയിൽ വരേണ്ട വികസന പ്രവർത്തനങ്ങളടക്കം ബഹുമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ രൂപം. ന്യൂസ് ബ്യൂറോ, കോട്ടയം.